ഇന്ന് എന്റെ കൂടെ ഉള്ളത് ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നമിത പ്രമോദാണ്. സത്യങ്ങൾ അവിടെ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പോവാറുണ്ടോ. ഞാൻ പറഞ്ഞു ഡാൻസ് കളിയോ, പാട്ട് പാടോ, രാവിലെ തൊട്ട് റിഹേഴ്സ് ചെയ്ത് തുടങ്ങിയതാ. എല്ലാം മടിയന്മാരാണ്. നീരജ് മറ്റേ ഡാൻസിന്റെ മറ്റേ കമ്മിറ്റഡ് ആയിട്ടുള്ള ഡാൻസറാണ്. ഞാൻ അതുകൊണ്ട് അതെല്ലാം പഠിച്ച് ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് നിന്ന് ഡാൻസ് കളിച്ച് എല്ലാം സെറ്റാക്കി. ഇവരാരും വരുന്നില്ല, ധ്യാനും അജു ചേട്ടനും ആരും വരുന്നില്ല. എല്ലാരും തോന്നിയ പോലെ ഇവര് ലിറിക്കൊന്നും പഠിച്ചിട്ടില്ല. അജു ചേട്ടനും ധ്യാനൊക്കെ ഇങ്ങനെ കയ്യിൽ ലിറിക്ക് എഴുതി വെച്ചേക്കും. ഹോസ്റ്റലിലേക്ക് വരുമ്പോ സിംഹത്തിന്റെ സൗണ്ട് ഉണ്ടാവും, മറ്റേ സൈൻ കൊടുക്കുന്ന സിംഹം ഉണ്ടാവും, ആടുണ്ടാവും, കുതിര ഉണ്ടാവും, പട്ടി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഞാൻ സീരിയലൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ലൊക്കേഷൻ വന്നപ്പോ ഞാൻ സകലതും മറന്നുപോയി. എനിക്ക് അഭിനയിക്കാനേ അറിയില്ല, എനിക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റുന്നില്ല. റോൾ മോഡലിന് അവർ ഇന്റൻഷനലി അവർക്ക് കുറച്ച് ചേഞ്ചസ് വേണമെന്നുണ്ടായിരുന്നു. സിനിമയ്ക്ക് മുടി മുറിക്കണം എന്നുണ്ടായിരുന്നു. എന്റെ മറ്റേ ഹാർട്ട് ബ്രേക്ക് വരുന്ന പോലെയായിരുന്നു. എനിക്ക് എന്റെ നെഞ്ചൊക്കെ പൊട്ടി തകർന്നു പോകുന്ന പോലെ തോന്നും. ഭരതനാട്യം പഠിക്കുകയാണെങ്കിൽ അവർ മറ്റേ സോങ് ആയിട്ട് ഒരു ഐറ്റമായിട്ട് കളിക്കുന്നത് കാണുമല്ലോ. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് അതാണ് വേണ്ടത്. ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് അതാണ് വേണ്ട സംഭവം. ഒരു വർഷത്തോളം മറ്റേ നാട്ടടവ് തട്ടടവ് എനിക്ക് അതിനുള്ള പേഷ്യൻസ് ഇല്ല. അപ്പൊ ഞാൻ നിർത്തി. പരീക്ഷയുടെ മുന്നേ കംപ്ലീറ്റ് പഠിച്ചു തീർത്തില്ലെങ്കിൽ എന്തോ ലോകം ഇടിഞ്ഞു വീഴുന്നുള്ള കാഴ്ചപ്പാടായിരുന്നു എനിക്ക്. ബാക്കി പഠിക്കാത്തവരടുത്തൊക്കെ പുച്ഛായിരുന്നു. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. നമ്മള് ചിലപ്പോൾ ഇന്നൊരു ഹിറ്റ് ഉണ്ടായേക്കാം, കുറച്ച് നാളത്തേക്ക് ഫെയിലിയർ ആയിരിക്കാം. ഓൾവേസ് വെൽ ദാറ്റ് സിനിമ ഇസ് ഓൾ അബൌട്ട് സക്സസ്. ചെയ്ത വർക്ക് നന്നായില്ലെങ്കിൽ അത് ക്രിട്ടിസൈസ് ചെയ്യോ. നമുക്ക് ഒരുപാട് വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സി വി ഡോണ്ട് ഹാവ് ദാറ്റ് ഫ്രീഡം. സമ്മർ ടൗൺ കഫേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞല്ലേ? 3 വർഷം, 3ാമത്തെ വർഷം ആകുന്നു. റൈറ്റ്. സോ ഹൗ ഡു യു ഫീൽ നൗ? ഇറ്റ് ഫീൽസ് നൈസ്. കാരണം നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിന്റെ ഭാഗമാണ് സമ്മർ ടൗൺ. അതിങ്ങനെ റൺ ചെയ്തുകൊണ്ട് പോകുന്നു. രസമുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഇസ് നോട്ട് ഈസി ആറ്റ് ഓൾ. ഒട്ടും ഈസി അല്ല. പക്ഷെ വി ഹാവ് എ ഗുഡ് ടീം. നമുക്ക് വി ഹാവ് എ പ്രോപ്പർ സിസ്റ്റം. ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ വലിയ കൺഫ്യൂഷൻസ് ഇല്ല. ആൻഡ് ദെയർ വുഡ് ബി ഡേയ്സ്, ഗുഡ് ഡേയ്സ്, ബാഡ് ഡേയ്സ് ഒക്കെ ഉണ്ടാവും. പല ഇന്റർവ്യൂസിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ഒരു ഹൈ കിട്ടിയെന്ന്. ഇപ്പം അതിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? സെയിം ഫീലിംഗ് ആണ് ഇപ്പോഴും. എന്നും എഴുന്നേൽക്കുമ്പോ നമ്മുടെ മൈൻഡിൽ അത് എപ്പോഴും ഉണ്ടാവും. ആ ഒരു കിക്ക് എപ്പോഴും ഉണ്ടാവും. ഐ തിങ്ക് ഐ ബിക്കം മോർ പാഷനേറ്റ് അബൌട്ട് സമ്മർ ടൗൺ ആൻഡ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്, ഓൾ ഓഫ് ദാറ്റ്. ശരിക്കും ബിസിനസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാം റിസ്ക് ആണ്. നമ്മൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ആൻഡ് ഡെഫിനറ്റ്ലി യു നീഡ് എ പ്രോപ്പർ ടീം. നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് മാത്രം കരുതി തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല റെസ്റ്റോറൻറ്റ്. നമ്മളിപ്പോൾ ഒരുപാട് കാണാറുണ്ട്, ഒരുപാട് കഫേസും റെസ്റ്റോറൻറ്റ്സും വരുന്നുണ്ട്. വിത്തിൻ എ ഇയർ ഓർ ലൈക്ക് 2 years ക്ലോസ് ചെയ്ത് പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നുന്നു പ്രോപ്പറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് റൺ ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഒരുപാട് പ്ലാനിങ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും ഈസി അല്ല. ആൻഡ് ടച്ച് വുഡ് ഇപ്പം അച്ഛനുണ്ട്, ഞങ്ങൾ ഒരു പാർട്ട്ണറും കൂടി ഉണ്ട്. ലൈക്ക് മീ, അച്ഛൻ ആൻഡ് സന്തോഷ് അങ്കിളും ഞങ്ങളും കസിൻസ് ആണ്. പുള്ളി ഷെഫാണ്, പുള്ളി റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ബാക്കപ്പും ആ ഒരു പ്ലാനും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് സമ്മർ ടൗൺ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഡെയിലി നമുക്കൊരു പുതിയ ദിവസം പോലെയാണ്. ഓരോരോ കാര്യങ്ങൾ വരും. പല ടൈപ്പ് ഓഫ് പീപ്പിൾ ആർ വെരി കോംപ്ലെക്സ്. പല ടൈപ്പ് ഓഫ് ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യും. പിന്നെ സ്റ്റാഫ് ആണെങ്കിലും സ്റ്റാഫ് മാനേജ്മെന്റ് ടു ഫുഡ് കോസ്റ്റിംഗ് ടു സിസ്റ്റമാറ്റിക് ഈ ഫുഡ് സപ്ലൈ, അത് അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട്. ഇപ്പൊ ഡെയിലി ഇപ്പൊ ഒരുപാട് ചാലഞ്ചസ് വരും എന്ന് പറഞ്ഞല്ലോ. ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആസ് ആൻ ഓൺട്രപ്രണർ എപ്പോഴും ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് അല്ലെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ എടുത്ത ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു റുട്ടീൻ എന്തായിരിക്കും? അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ജെന്യുവനായിട്ട് നമ്മുടെ ഹോൾ ഹാർട്ടഡ്ലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു ഹൈ ഉണ്ട്. അതിപ്പോ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഗുഡ് ഡേയ്സും ബാഡ് ഡേയ്സും ഉണ്ടാവും. ചിലപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും, ടുമോറോ വോണ്ട് ബി എ ഗുഡ് ഡേ ആസ് ടുഡേ. പക്ഷെ നമ്മൾ ആ ഒരു ഇഷ്ടം അതിനോടുള്ളതുകൊണ്ട് നമുക്ക് മടുപ്പ് തോന്നില്ല. ബാഡ് ഡേ വരില്ലേ, അപ്പൊ ആ സമയത്ത് എങ്ങനെയാ സെൽഫ് മോട്ടിവേറ്റഡ്? അങ്ങനെയൊന്നുമില്ല, മോട്ടിവേഷൻ ഒന്നുമില്ല. ഇപ്പം അച്ഛനുണ്ട്, അച്ഛൻ ഇസ് ഓൾറെഡി ഇൻ ടു ബിസിനസ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. നമ്മുടെ പാർട്ട്ണറിന്റെ സന്തോഷങ്ങളെ വിളിച്ച് സംസാരിക്കും. ഇത് എന്നും വരുന്ന കാര്യമാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ വന്ന് അത് ശീലമായിക്കോളും. അതുകൊണ്ട് അതങ്ങനെ പ്രശ്നമില്ല. സോ മെനി
ലൈക്ക് ഗുഡ് തിങ്സ് ഹാപ്പൻ അലോങ് വിത്ത് ദിസ്. കാരണം നമുക്ക് ആളുകൾക്ക് നമ്മുടെ ഫുഡ് സെർവ് ചെയ്യുക, ലൈക്ക് എനിക്ക് തോന്നുന്നു കുക്കിംഗ് എന്ന് പറയുന്ന ഏറ്റവും ഒരു കൈൻഡ് ആയിട്ടുള്ള ഒരു ആർട്ടാണ്. ഞാൻ അത് ഭയങ്കര സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അത് ഒന്നും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് ലൈക്ക് നമ്മൾ നോർമലി പെയിന്റ് ചെയ്യുമ്പോൾ ഒക്കെ ഇറ്റ്സ് ആർ ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷമാണല്ലോ. ഇത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നതാണല്ലോ കുക്കിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരുമിച്ചിരിക്കുക, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഞങ്ങൾക്ക് അങ്ങനെ വെന്റ് ഔട്ട് ചെയ്യാൻ അതിനുള്ള സമയമൊന്നുമില്ല. നെക്സ്റ്റ് ഡേ വാട്ട് ഇസ് നെക്സ്റ്റ് എന്നുള്ള രീതിക്ക് മൂവ് ഓൺ ചെയ്ത് പോകുന്നത്. ഫിലിമിൽ നിന്നാണ് ഇപ്പൊ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത്. ഫിലിമിൽ നിന്നുള്ള ആരാണ് ഏറ്റവും കൂടുതൽ ബിസിനസിന്റെ കാര്യം പറഞ്ഞപ്പോ സപ്പോർട്ട് ചെയ്തത്? സിനിമയിൽ തന്നെ അങ്ങനെ അയ്യോ തുടങ്ങി അത് അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ജനുവൻലി ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ കുറെ സിനിമയിലുള്ള ഫ്രണ്ട്സ് ഇവിടെ വരാറുണ്ട്, വിസിറ്റ് ചെയ്യാറുണ്ട്. അവർ ഓഫൻ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നവരാണ്. അതിപ്പോ എന്നോട് പറയാറൊന്നുമില്ല. ജസ്റ്റ് കം ഹാവ് ഫുഡ് ആൻഡ് ഗോ, അങ്ങനെയാണ്. ഫോർ എൻ ഓൺടർപ്രണർ നെറ്റ്വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമിത ആസ് എ പേഴ്സൺ അങ്ങനെ രീതിയിൽ സോഷ്യലൈസ് ചെയ്യുന്നതിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചോ? അത് ബിസിനസ്, എനിക്ക് തോന്നുന്നു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ സോഷ്യലൈസ് ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ടായിരുന്നു. ഐ വാസ് ലൈക്ക് ഐ നെവർ ലെഫ്റ്റ് ഹോം വെൻ ഐ വാസ് വെരി യങ്. ഐ വാസ് there at home most of the time. വീട്ടിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, ഫിലിമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ജോലിക്ക് പോവുക, തിരിച്ചു വരിക. വേറെ അങ്ങനെ സോഷ്യൽ ലൈഫ്, ഞാൻ ഇപ്പോഴും അങ്ങനെ ഭയങ്കര പാർട്ടി പേഴ്സൺ ഒന്നുമല്ല. അങ്ങനത്തെ ഭയങ്കര സോഷ്യൽ ലൈഫ്, ഹാങ് ഔട്ട് ചെയ്യുക, ഗ്യാതറിങ്സ്, അതൊക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ ഇപ്പൊ പണ്ടത്തേനെ വെച്ച് നോക്കുമ്പോൾ ഈവൻ ബിഫോർ ബിസിനസ് ഐ സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ക്വൈറ്റ് എ ലോട്ട്. അത് കുറെ മാറ്റങ്ങൾ പേഴ്സണലി വരുത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അങ്ങനെ വലിയ നെറ്റ്വർക്കിംഗ് ഇപ്പൊ അറിയാവുന്ന സുഹൃത്തുക്കളുണ്ട്, ഇപ്പൊ മീറ്റ് ചെയ്യുന്നവരുമായിട്ട് ഒരു നല്ല റാപ്പോ കണക്ഷൻ വെക്കാറുണ്ട്. അതല്ലാണ്ട് അങ്ങനെ എഫേർട്ട് എടുത്ത് ഇതുവരെ സത്യം പറഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല. വി സീ എ ലോട്ട് ഓഫ് പീപ്പിൾ ലേറ്റ്ലി. അപ്പൊ അത് ആസ് എൻ ആക്ടർ ആസ് വെൽ ആസ് എ പേഴ്സൺ ഇൻഡിവിജ്വലി ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കൊന്ന് ആക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒബ്സർവേഷനാണ്. നമ്മളെ എക്സ്പീരിയൻസസും ഒബ്സർവേഷൻസും കൊണ്ടാണ് ഒരു ആക്ടർ ഒരു ബെറ്റർ ആക്ടർ ആവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളെ ഓൺ എ ഡെയിലി ബേസിസ് കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറാറുണ്ട്. നമ്മൾ സിനിമയെ പറ്റി സംസാരിച്ച് തുടങ്ങിയത് കൊണ്ട് നമിത ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് നമിതയുടെ സ്വഭാവത്തോട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ? ഇതുവരെ എന്റെ സ്വഭാവമായിട്ട് ബന്ധമുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇറ്റ്സ് നൈസ്. കാരണം നമ്മൾ വേറൊരാളുടെ സ്വഭാവം അഡാപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ കംപ്ലീറ്റ്ലി ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് മാറ്റുക, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് അതിലേക്ക് ഇൻവോൾവ് ആക്കാതിരിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നേരെ മറിച്ച് ഒരുപാട് ഇപ്പൊ പറഞ്ഞല്ലോ ഒത്തിരി എഫേർട്ട് ഇട്ട് അയാളിലേക്ക് ആവാൻ ട്രൈ ചെയ്ത് അങ്ങനെ ചെയ്ത ക്യാരക്ടർ ഏതായിരിക്കും? അതെനിക്ക് തോന്നുന്നു, ഞാൻ ഒരു ഓഫ് ബീറ്റ് സിനിമയാണ് സിദ്ധാർത്ഥ് ശിവ എന്ന് പറയുന്നത് ഒരുപാട് അവാർഡ്സും നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെയും സജിത മഠത്തിൽ എന്ന് പറഞ്ഞ സജിത ചേച്ചി എഴുതിയ സിനിമയായിരുന്നു. അപ്പൊ ആണെന്ന് പറഞ്ഞിട്ട്, അപ്പൊ അത് IFFK പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അത് ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സിനിമയാണ്. കാരണം ഓഫ് ബീറ്റ് പടങ്ങൾ ഞാൻ അങ്ങനെ സിനിമകൾ ചെയ്തിട്ടില്ല. ഇത് കംപ്ലീറ്റ്ലി ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അപ്പൊ അത് IFFK വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വേറെ രീതിക്കുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ഈ വർക്ക്ഷോപ്സും ഒന്നും അത്ര യൂസ്ഡ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു. പക്ഷെ ആണിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വർക്ക്ഷോപ്സ് തന്നിട്ടുണ്ടായിരുന്നു. സജിത ചേച്ചി ഓൾറെഡി സ്റ്റേജ് ആക്ടറാണ്, ലൈക്ക് സ്റ്റേജസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അഭിനയത്തിലുള്ള പോരായ്മകള് നമ്മൾ മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഐ വാസ് യൂസിങ് മൈ ഐബ്രൗസ് ക്വൈറ്റ് എ ലോട്ട്. ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് തന്നു. അത് കഥാപാത്രത്തിന് വേണ്ടിയിട്ടല്ല, ഓൾ ടുഗെദർ ആസ് എൻ ആക്ടർ നമ്മളെ ഒരുപാട് ഈ സിദ്ധാർത്ഥ് ശിവ മോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. റിലീസ് ചെയ്ത് ഒരു 4-5 പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പടങ്ങളിൽ സത്യം പറഞ്ഞാൽ മോണിറ്ററിൽ നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം നന്നായിട്ട് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, മൊത്തത്തിൽ ആസ് എൻ ആക്ടർ എന്നെ ആ ഒരു വർക്ക്ഷോപ്പും ആ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്തതും, അത് കുറച്ച് ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടായിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അത് അവാർഡ്സിന്റെ ഇതിനൊക്കെ വന്നതാണ്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്, അറിയില്ല. പക്ഷെ ഇറ്റ് വാസ് നൈസ്. എനിക്ക് എൻ്റെ ഇത്രയും വർഷത്തെ കരിയറിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതും
അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ, ആസ് എ പേഴ്സൺ, എൻ്റെ പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഒരുപാട് ആക്ടിങ്ങിനെ പറ്റി മാറ്റിയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു അത്. ഇപ്പൊ തിയേറ്റർ ഡസ് ഹെൽപ്പ് അല്ലേ ഒരുപാട്, അത് അതിലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മേ ബി തിയേറ്റർ യെസ്, കാരണം ഒരുപാട് സ്റ്റേജ് ആക്ടേഴ്സ് തിയേറ്ററിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർ ഇപ്പോൾ സിനിമയിൽ വരുന്നുണ്ടല്ലോ. ഭയങ്കര പെർഫോമൻസ് ആണ്, അടിപൊളി പെർഫോമൻസ് ആണ്. അപ്പൊ നമ്മളൊക്കെ ശരിക്കും അവരുടെ പെർഫോമൻസ് നമ്മളിങ്ങനെ മോണിറ്ററിൽ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്നു, അത്ര ഭംഗിയായിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. ഭയങ്കര ഓർഗാനിക് ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്രൂപ്പും അവർ തന്നെ ആ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, ഒരു 1 വീക്കോളം ഞങ്ങളൊരു സ്പേസ് എടുത്തിട്ട് ആ സ്പേസിൽ തന്നെ നിന്ന് നമ്മളെ കൊണ്ട് പല ഇമോഷൻസ് ഇമോട്ടിപ്പിക്കുക. ഞാൻ അതായത് ഒരു കഥാപാത്രം ചെയ്യുന്നതിന് മുന്നേ, ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ജേർണലിലോ, ഞാൻ യൂഷ്വലി അങ്ങനെയാണ് ചെയ്യുന്നത്, എൻ്റെ ജേർണലിൽ ആ ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തുന്ന പോലെ. ലൈക്ക് ഇപ്പം ഷീ സാഡ് അല്ലെങ്കിൽ ഷീ ലോസ്റ്റ് ഹർ മദർ, ഇപ്പൊ അമ്മയില്ലാത്ത കുട്ടിയാണ്. ലൈക്ക് നമ്മളെന്ന് ഞാനൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കഥ ഉണ്ടാക്കി, ഒരു മേഡപ്പ് സ്റ്റോറി ഉണ്ടാക്കിയെടുക്കും. ലൈക്ക് വാട്ട് ഷീ മൈറ്റ് ബി ഗോയിങ് ത്രൂ, ഇതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടാക്കും ഒരു കഥാപാത്രത്തിന്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഉണ്ടാക്കുന്നത് പെർഫോം ചെയ്യാൻ പോകുമ്പോൾ, നമ്മളിപ്പോൾ നോർമലി സിനിമകൾ, ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമയിൽ എങ്ങനെയാന്ന് വെച്ചാൽ അന്നത്തെ ദിവസം നമ്മൾ ടീമുമായിട്ട് കുറച്ച് മുന്നേ തന്നെ കഥ 2-3 പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് സ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി പിന്നെ ഷൂട്ടിനായിരിക്കും കാണുന്നത്. ഇങ്ങനത്തെ വർക്ക്ഷോപ്സ് ഉള്ളത് നമുക്ക് ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കുറച്ചുകൂടി ഈസിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ആക്ടിങ്ങിലെ വർക്ക്ഷോപ്പ് അല്ലാതെ എനിക്ക് തോന്നുന്നു മറ്റേ പുള്ളികളും ആട്ടിൻകുട്ടി മൂവിക്ക് വേണ്ടിയാണ് നമ്മത്തെ ഒരു ഡാൻസർ റോൾ ചെയ്തപ്പോ ഒരു 3 ദിവസം ഡാൻസ് പഠിക്കാൻ പോയെന്ന് ഞാൻ കേട്ടു. എനിക്കറിയില്ല എത്രത്തോളം ശരിയാണെന്ന്. അത് ആക്ച്വലി ഞാൻ കുഞ്ഞിലെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, വളരെ കുഞ്ഞില് പഠിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞ വലിയ പേഷ്യൻസ് ഒന്നുമില്ല, ഇപ്പൊ കുറച്ചുകൂടി പേഷ്യൻസ് വന്നിട്ടുണ്ട്. പണ്ടൊന്നും അത്ര പേഷ്യൻസേ ഇല്ല. എനിക്ക് എപ്പോഴും ആ റിസൾട്ടാണ് കാണേണ്ടത്. അതിന് ഇപ്പൊ ഡാൻസ് സ്കൂളിൽ ഉണ്ടാക്കുമ്പോ നമ്മളെ കാട്ടി പ്രായമുള്ളവര്, മൂത്തവര് ഈ ഭരതനാട്യം പഠിക്കുകയാണെങ്കിൽ അവർ മറ്റേ സോങ് ആയിട്ട് ഒരു ഐറ്റമായിട്ട് കളിക്കുന്നത് കാണുമല്ലോ. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് അതാണ് വേണ്ടത്, ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് അതാണ് വേണ്ട സംഭവം. എന്നെ ഡാൻസ് സ്കൂളിൽ കൊണ്ടാക്കി ഒരു വർഷത്തോളം മറ്റേ നാട്ടടവ് തട്ടടവ്, എനിക്ക് അതിനുള്ള പേഷ്യൻസ് ഇല്ല. അപ്പൊ ഞാൻ നിർത്തി. അങ്ങനെ ഞാൻ ഇഷ്ടംപോലെ ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ഞാൻ ഇനി പോവാത്ത ക്ലാസ്സുകളില്ല, എല്ലാ ക്ലാസ്സിലും പോയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ വന്നപ്പോഴാണ് അത് പഠിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നിയത്. അപ്പൊ അത് ഭരതനാട്യമായിരുന്നു. സിനിമാറ്റിക് ഒക്കെ എനിക്ക് ആരെങ്കിലും കാണിച്ചു തന്നത് ഈസിലി കാണിക്കും. കാരണം ഞാൻ പണ്ട് ടിവിക്ക് ഡാൻസ് കളിക്കുക, മറ്റേ വിജയ് സൂര്യ പാട്ടുകളൊക്കെ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അതെനിക്ക് ആരെങ്കിലും കാണിച്ചു തന്നെ ഈസിലി ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഭരതനാട്യം നമുക്ക് ട്രെയിനിങ് വേണമല്ലോ. അങ്ങനെ ഞാൻ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ട്രിവാൻഡ്രത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയെ അടുത്ത് പോയിട്ട്, പുള്ളിക്കാരത്തി ഡാൻസറായിരുന്നു, പുള്ളിക്കാരത്തി കുറച്ച് പഠിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞാൻ ലൊക്കേഷനിലേക്ക് പോയി. അത് ആലപ്പിയായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ ലാലോങ്കിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഡാൻസ് ഒക്കെ പഠിക്കണം. പക്ഷെ എനിക്ക് സ്പോർട്ടിൽ കാണിച്ചു തന്നപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ അത്ര ട്രെയിൻഡ് അല്ലല്ലോ, ഒട്ടുമേ ട്രെയിൻഡ് അല്ല. അങ്ങനെ ശരണ്യ മോഹൻ ഉണ്ട് ആക്ട്രസ്. അപ്പൊ ശരണ്യ ചേച്ചിക്ക് അവിടെ ഡാൻസ് സ്കൂളുണ്ട്, വലിയ ഡാൻസ് സ്കൂളാണ്. അപ്പൊ അവിടെ പോയി എനിക്ക് തോന്നുന്നു ശരണ്യ ചേച്ചിയുടെ അച്ഛനും അമ്മയും സിസ്റ്ററും എല്ലാവരും ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അവരെന്നെ ശരിക്കും നമ്മൾ ഈ ഗുരുകുലത്തിലൊക്കെ കൊണ്ടുപോകുന്ന പോലെ അവിടെ കൊണ്ടുപോയിട്ട് രാവിലെ തൊട്ട് അവിടെ തന്നെയായിരുന്നു ഞാൻ എല്ലാ ദിവസവും. ഒരു 1 വീക്കോളം എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ തന്നെയായിരുന്നു, അവരുടെ കൂടെ ഇരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് ഡാൻസ് ഒക്കെ പഠിച്ച് അങ്ങനെ ഒരു ചെറിയ ബിറ്റ് പഠിപ്പിച്ചു. അതാണ് ഞാൻ മൂവിയില്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് വന്ന എല്ലാ സിനിമയിലും ഡാൻസറായിട്ടായിരുന്നു. ചന്ദ്രേട്ടൻ എവിടെയിലെ ഡാൻസർ, ഇതിലെ ഡാൻസർ, അങ്ങനെ എല്ലാത്തിലും ഡാൻസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അതിനെക്കാട്ടി കോമഡി എന്താന്ന് വെച്ചാൽ എനിക്ക് കുറെ അമ്പലങ്ങൾ എന്നൊക്കെ എന്നെ വിളിക്കുമായിരുന്നു ഷോ ചെയ്യാൻ, ഡാൻസ് ഷോ, ഭരതനാട്യം ഡാൻസ് ഷോ. അച്ഛന്റെ നമ്പറിലായിരിക്കും അവര് വിളിക്കുന്നത്. അങ്ങനെ പെർഫോം ചെയ്യില്ല, അവൾക്ക് ഡാൻസ് അറിയില്ല. നിങ്ങൾ വെറുതെ കള്ളം പറയാ, ഡാൻസ് ഒക്കെ അറിയാം, നമ്മൾ സിനിമയിൽ കാണുന്നതാണല്ലോ, പിന്നെ എന്താ ഡാൻസ് കളിച്ചാലും നോക്കും. ആ ഒരു എഫേർട്ടിന് നല്ല റിസൾട്ട് ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു ഇത് വന്നത്. പിന്നെ ദൈവാനുഗ്രഹം. അയ്യോ, പുള്ളികളിലും ചെയ്തതിനേക്കാൾ ഒരുപടി മുകളിലാണ് ചന്ദ്രേട്ടനിലെ. കാരണം ആ പ്രായത്തിൽ എനിക്കത് മനസ്സിലാക്കാനുള്ള ബോധമൊന്നുമില്ല. ഫസ്റ്റ് തിങ് എനിക്ക് അതിനുള്ള ബോധമില്ല. ഓക്കെ, അതിൽ വന്നപ്പോ എങ്ങനെയായിരുന്നു ഇൻവോൾവ്മെന്റ്? എങ്ങനെയായിരുന്നു ചന്ദ്രേട്ടൻ എവിടെ? അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സിനിമയായിരുന്നു. എനിക്കത് ചെയ്യുമ്പോൾ അത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് സിനിമയാണെന്ന് അറിയില്ല. കാരണം ഇമോഷണലി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് അത്. ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അങ്ങനത്തെ രീതി വേണമെങ്കിൽ പോവാവുന്ന ഇച്ചിരി ഗ്രേ ഷെയ്ഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കഥാപാത്രമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക്
സിനിമ, ഓക്കെ, ദിലീപിന്റെ സിനിമ, ഇന്ന ആളുടെ സിനിമ, ഓ സമീർ താഹിർ ഉണ്ട്, ഇതുണ്ട്. ഐ വാസ് വെരി യങ്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ആ സിനിമ വീണ്ടും, ഓ ദൈവമേ, ഞാൻ ഇത്രയും പാടുള്ള സിനിമയാണോ ചെയ്തത്, അയ്യോ ഇതൊക്കെയാണോ ഞാൻ ചെയ്തതെന്ന്. അത് ഡബിൾ റോൾ അല്ലേ? ഡബിൾ റോൾ ഇൻ ദ സെൻസ് ലൈക്ക് പാസ്റ്റ് ആണല്ലോ. വസന്ത മല്ലിക എന്നൊക്കെ പറയുന്ന പാട്ട്, എനിക്ക് പാട്ട് ഞാൻ അപ്പൊ തൊട്ടേ എനിക്കൊന്ന് സിദ്ധാർത്ഥ് ഭരതൻ എനിക്ക് പാട്ട് അപ്പൊ തന്നെ കേൾപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഷൂട്ട് നടക്കുമ്പോ തന്നെ പാട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ഭയങ്കര രസമുള്ള പാട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാരും ഈ പാട്ട് ജാം ചെയ്യുമായിരുന്നു. ഓ മറ്റേ വസന്ത മല്ലികേ, അത് ഷൂട്ട് ചെയ്തതും ഭയങ്കര രസമായിരുന്നു. അപ്പൊ ആ വസന്ത മല്ലിക ഗീതാഞ്ജലി എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ ആയിരുന്നു മറ്റേ ക്യാരക്ടർ, പ്രസന്റ് ഉള്ള ക്യാരക്ടർ. അപ്പം അതിന് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരുന്നു. അവർക്ക് ദേ വോണ്ടഡ് ടു ബി ദാറ്റ് വെരി ഗ്രേസ്ഫുൾ, അങ്ങനത്തെ ഒരു പെൺകുട്ടി ആയിരിക്കണം. അപ്പൊ കോസ്റ്റ്യൂം ഒക്കെ അവരതിന് വേണ്ടിയിട്ട് ജ്യൂട്ടിന്റെ സാരീസും കാര്യങ്ങളൊക്കെ സ്പെഷ്യലി ഇതിനു വേണ്ടി ചെയ്തു. പിന്നെ ആ പാസ്റ്റിന്റെ സമയമാണെങ്കിലും മൊത്തത്തിലുള്ള അപ്പിയറൻസ് ഇതെല്ലാം കംപ്ലീറ്റ്ലി വെൽ സ്റ്റഡി ചെയ്ത് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. ഞാൻ ഇത്രയും കഥാപാത്രത്തിന് ആളുകൾ ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെടുന്നോ, ഇത്രയും ചർച്ചയാവുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് സ്റ്റിൽ ആ പാട്ട് ഭയങ്കര ട്രെൻഡിങ് ആണ്. എവിടെ നോക്കിയാലും ട്രെൻഡിങ് ആണ്. ഞാൻ എവിടെ പോയാലും ആ പാട്ട് ഫസ്റ്റ് ഇടാറുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു ഭാഗ്യമാണ്. നമ്മളിപ്പോ ഒരാളെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ആക്ടറിനെ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മിക്കുക എന്ന് പറയുന്നത്, അത് പണ്ടൊക്കെ എനിക്കൊന്നും മലയാള സിനിമയിലും തമിഴ് ഫിലിംസിലും ഒക്കെ ഉണ്ടായിരുന്നു, ഹിന്ദിയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള പാട്ട് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു ഹീറോ ഉള്ള ഒരു പാട്ടിൽ പോലും when you get so much of importance and people still remember you, നമ്മളെവിടെ പോയാലും നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് പോലെ മ്യൂസിക് പോലെ അത് ഇടുക എന്ന് പറയുന്നത് ദാറ്റ്സ് എ ബിഗ് തിങ്. പാട്ടുകൾ പറയും, ഇനി ഒരുപാട് പാട്ടുകളുണ്ട് ഉല്ലാസ ഗായികയാണെന്നുണ്ടെങ്കിലും. അതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമിതയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. അത് വൺ ഷോട്ട് ആയിരുന്നല്ലേ? ഒറ്റ ഷോട്ടായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നുന്നു, ഞാൻ കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ആ പാട്ട് വേണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു ആ ടീമിന്. കാരണം അത് സിനിമ എടുത്ത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ടായിരുന്നു ആ സോങ് എടുത്തത്. അപ്പൊ ആർക്കും അവിടെ വേണ്ടതായിരുന്നു. കാരണം അത്രയും ദിവസം ഷൂട്ട് ചെയ്തപ്പോ തന്നെ കഷ്ടപ്പാടാണ്. ഇതൊരു ജസ്റ്റ് ഒരു സോങ് നമുക്ക് വെറുതെ ഇറക്കി നോക്കാം, സിനിമയുടെ ഇടയ്ക്ക് വേണമെങ്കിൽ ഇടാം എന്നുള്ള രീതിക്ക് വേണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു ആ പാട്ടെടുത്തത്. പക്ഷേ ഒറ്റ ഷോട്ടായിരുന്നു. ഞങ്ങൾ എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് റിഹേഴ്സ് ചെയ്ത് തുടങ്ങിയതാ. എല്ലാം മടിയന്മാരാണ്, ആ കൂട്ടത്തിലുള്ള എല്ലാം മടിയന്മാരാണ്. നീരജ് മറ്റേ ഡാൻസിന്റെ മറ്റേ കമ്മിറ്റഡ് ആയിട്ടുള്ള ഡാൻസറാണ്. നീരജിന് മറ്റേ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷനാണ്. അപ്പൊ എത്ര വേണമെങ്കിലും റിഹേഴ്സ് ചെയ്തോളും, എല്ലാം ചെയ്യും. അപ്പൊ ഞാൻ പേടിച്ചിട്ട് റിഹേഴ്സ് ചെയ്യും, കാരണം തെറ്റിക്കാൻ പാടില്ലല്ലോ. ഒറ്റ ഷോട്ടാണ്. നമ്മൾ മറ്റേ ഞാൻ പഠിക്കുമ്പോഴും അങ്ങനെയായിരുന്നു, ഈ എക്സാമിന് മുന്നേ എല്ലാം പഠിച്ചു തീർത്ത് അങ്ങനെ വെക്കുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വരുമ്പോഴും. അപ്പോൾ അതെല്ലാം ഞാൻ അതുകൊണ്ട് അതെല്ലാം പഠിച്ച് ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് നിന്ന് ഡാൻസ് കളിച്ച് എല്ലാം സെറ്റാക്കി. ഇവരാരും വരുന്നില്ല, ധ്യാനും അജു ചേട്ടനും ആരും വരുന്നില്ല. എല്ലാരും തോന്നിയ പോലെ വിനീത് എന്ന് പറഞ്ഞിട്ടൊരു ആക്ടർ ഉണ്ടായിരുന്നു. വിനീത്തും കുഴപ്പമില്ലാതെ പഠിച്ചിട്ടുണ്ട്. ഇവരാരും വരുന്നു, ബാക്കി ആരും വരുന്നില്ല. ഇവരെല്ലാം സ്പോട്ടിൽ അവസാനം ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ അപ്പം നിന്ന് പഠിക്കുക. 12 മണിക്ക് ആ ഒറ്റ ഷോട്ടിന്റെ പാട്ട് എടുക്കാൻ തുടങ്ങിയ ഞങ്ങള് തീർത്തത് രാവിലെ 6 മണിക്കോ 7 മണിക്കോ. അപ്പൊ ജസ്റ്റ് ഇമാജിൻ ദ നമ്പർ ഓഫ് ടേക്സ് വി ഹാഡ്. ലൈക്ക് അതായത് 12 മണി തൊട്ട് ഞങ്ങൾ ഈ ഒറ്റ ഷോട്ടിന്റെ ഈ 3 മിനിറ്റിന്റെ പാട്ട് ഡാൻസോടെ ഡാൻസാണ്. അതങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം. ഇവര് തെറ്റിക്കും. ഞാൻ ഇവര് ലിറിക്കൊന്നും പഠിച്ചിട്ടില്ല, കയ്യിലാ ലിറിക്കൊക്കെ എഴുതി വെച്ചേക്കുന്നു. ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ അജു ചേട്ടനും ധ്യാനൊക്കെ ഇങ്ങനെ കയ്യിൽ ലിറിക്ക് എഴുതി വെച്ചേക്ക. കാരണം ഓരോ ഷോട്ടിനും ഇങ്ങനെ പാൻ ചെയ്ത് വരുമല്ലോ. അവര് പാൻ ചെയ്യുന്നതിന് മുന്നേ ലിറിക്ക് എഴുതി വെക്കുക, കാറിന്റെ ബാക്കി ഒട്ടിച്ച് വെക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. ഫൈനലി നല്ല രീതിയിൽ അത് ഔട്ട് വന്നു. ഞാൻ സത്യത്തിൽ കോളായി പോയി എന്ന് വിചാരിച്ച പാട്ടായിരുന്നു. പക്ഷെ അത് നല്ല രസമാണ് അത് എടുത്തിരിക്കുന്നതും. നമ്മൾ ഈ പണ്ട് സ്റ്റേജിലൊക്കെ നമ്മള് 2 കോസ്റ്റ്യൂം ഒക്കെ മാറേണ്ടി വരും, ബോഡി പോയി അതുപോലെ തന്നെയാ ആ സെയിം. ഞാനിപ്പോ എത്ര പ്രാവശ്യം കോസ്റ്റ്യൂം മാറിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കും. 12 മണി തൊട്ട് 7 മണി വരെ കണ്ടിന്യൂസ്. എന്നിട്ട് അവരോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇനി കളിക്കൂല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഞാൻ ഇനി കളിക്കൂല എന്ന് പറഞ്ഞു. പക്ഷെ ഡെഫിനറ്റ്ലി ഫൺ ആയിരിക്കും. കാരണം ഉള്ളത് ധ്യാൻ ശ്രീനിവാസൻ വിത്ത് അജു വർഗീസ്. പിന്നെ അതൊക്കെ യങ്സ്റ്റേഴ്സ് ആയിരുന്നു ആ ടീമിൽ. എല്ലാവരും അടികപ്പേരെ കൂട്ടമണിയിൽ എല്ലാവരും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അപ്പൊ ഒരു
ഭയങ്കര എൽഡർലി ഫിഗർ എന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു. അപ്പൊ ഇവരൊക്കെയാണ് നമുക്ക് എന്താണെങ്കിലും പറയാമല്ലോ. ഐ റിമെമ്പർ യു സേയിങ് അബൌട്ട് ദ സ്ക്രിപ്റ്റ് റീഡിങ്. അതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ പൊട്ടിച്ചിരിക്കുമായിരുന്നു എന്ന് ഒരു ഇതിൽ പറയുന്നത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. സോ ഇത് അറിയായിരുന്നോ ഈ രീതിയിൽ ആൾക്കാർ ഒരു തമാശ പടം എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഏറ്റവും ഓർത്ത് വെക്കുന്ന കുറച്ച് മൂവീസിലൊന്നാണ് അടികപ്പിയാരെ കൂട്ടി. അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? സ്ക്രിപ്റ്റ് ഇങ്ങനെ ഒരു സിനിമയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് വിജയ് ചേട്ടൻ വിളിച്ചു. അങ്ങനെ സ്ക്രിപ്റ്റ് എനിക്ക് കൊണ്ടുവന്നു. ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ, ചില സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിരിക്കും. നമ്മള് അത് ഡയലോഗ്സിന്റെ രീതിയായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ അത് വായിക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ച ഒരു സിനിമയായിരുന്നു അത്. ചിരിച്ചുകൊണ്ടേയിരുന്നു ലാസ്റ്റ് വരെ. അതിലൊരു സീൻ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, മറ്റേ ഹോസ്റ്റലിലേക്ക് വരുമ്പോ സിംഹത്തിന്റെ സൗണ്ട് ഉണ്ടാവും, മറ്റേ സൈൻ കൊടുക്കുന്ന സിംഹം ഉണ്ടാവും, ആടുണ്ടാവും, കുതിര ഉണ്ടാവും, പട്ടി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. കംപ്ലീറ്റ് മിക്സ് ആണ്. ഇതൊക്കെ ഇരുന്നപ്പോഴും അതുപോലെ തന്നെയാണ് അവര് എഴുതിയിരുന്നത്. അപ്പൊ നമ്മളിത് വായിക്കുമ്പോ ഒക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ആക്ടേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, കാരണം മുകേഷ് ചേട്ടനൊക്കെ നമുക്കറിയാലോ ഒരു മിനിറ്റിന്, കാരണം ചെറിയ രീതിക്കുള്ള ഇംപ്രവൈസേഷൻസേ ഉണ്ടായിട്ടുള്ളൂ എന്ന് തോന്നുന്നു ആ പോർഷനൊക്കെ. ബാക്കിയൊക്കെ നമ്മൾ ആ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്, ആ ഷോർട്ട് അനുസരിച്ചൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. ബിജുക്കുട്ടൻ ചേട്ടനൊക്കെ ആ പോർഷനൊക്കെ ഭയങ്കര രസമായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഇറങ്ങിയപ്പോ ഇത്രയും ആളുകൾക്ക് ഇഷ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും ആളുകൾക്ക് സെക്കൻഡ് പാർട്ട് വേണം, അല്ലെങ്കിൽ ഒരുപാട് ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ്സ് ഒക്കെ വരും. ക്ലീഷേ ക്വസ്റ്റ്യൻ ഞാൻ അവോയ്ഡ് ചെയ്തായിരുന്നു, എന്നാലും ഞാൻ ചോദിക്കുക, സെക്കൻഡ് പാർട്ട് വരുമോ? സെക്കൻഡ് പാർട്ട് എനിക്കറിയില്ല. ആക്ച്വലി അതിന്റെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. വിജയ് ബാബു തന്നെ, വിജയ് ചേട്ടൻ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം സ്ക്രിപ്റ്റ് അതുപോലെ ആ ഫസ്റ്റ് പാർട്ടിന് മേലെയുള്ള ഒരു സ്ക്രിപ്റ്റ് വേണം. കാരണം അതിന് താഴെ പോയിട്ട് പിന്നെ കാര്യമില്ലല്ലോ, അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണെങ്കിൽ. അപ്പൊ അതിന് മേലെയുള്ള സ്ക്രിപ്റ്റ് പ്രോപ്പറായിട്ട്, ഇടയ്ക്കെന്തോ സ്ക്രിപ്റ്റ് വർക്ക് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പ്രോപ്പറായിട്ടുള്ള സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഉണ്ടാവുന്ന തോന്നുന്നുണ്ട്. And how was your working experience with Dhyan Srinivasan? It was nice. എല്ലാരും ഭയങ്കര യങ് ആയിരുന്നു. ഞാനും യങ് ആണ്, അവരും എല്ലാരും ഭയങ്കര യങ് ആയിരുന്നു. ഞങ്ങളൊരു മെൻസ് ഹോസ്റ്റൽ, ട്രിവാൻഡ്രത്ത് മെൻസ് ഹോസ്റ്റലിലാണ് ഷൂട്ട് ചെയ്തത്. ശരിക്കുള്ള മെൻസ് ഹോസ്റ്റൽ തന്നെയാണ് അത്. അപ്പൊ രാത്രി ആകുമ്പോ, വൈകുന്നേരമൊക്കെ ആകുമ്പോ മൊത്തം അവിടെ താമസിക്കുന്ന പിള്ളേരും എല്ലാരും വരും. അപ്പൊ ഞാനും സാൻഡ്ര തോമസും മാത്രമേ ഉള്ളൂ ലേഡീസ് ആയിട്ട് അവിടെ ഉള്ളത്. പക്ഷെ എന്താ പറയാ, രസമാണ്. ഞാൻ വർക്ക് കഴിയും, ആ സൈഡിൽ എവിടെയെങ്കിലും പോയിരിക്കും. ഇവരൊക്കെ അവിടെ മറ്റേ അടിച്ചു പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം വർത്താനൊക്കെ ആയിട്ടിരിക്കും. ഇവര് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ചിരി വരും. നല്ല രസമായിരുന്നു. ഞങ്ങള് കഴിഞ്ഞ ഇതൊരു ഇവന്റിന് വേണ്ടിയിട്ട് എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ അജിചേട്ടൻ ഉണ്ടായിരുന്നു. അജിചേട്ടൻ പറയാണ്, നീ മാത്രം മാറിയിട്ടില്ല, ബാക്കി ഞങ്ങൾ എല്ലാരും മാറി, എല്ലാരും മാറി, നീ മാത്രം അതുപോലെ. എനിക്ക് തോന്നുന്നു റോൾ മോഡൽസിന് ശേഷമാണ് നമിത ഭയങ്കര ഒരു മേക്ക് ഓവറിലേക്ക് എത്തിയത്. അതിനു മുമ്പ് കുറച്ചും കൂടി ഒരു എന്താ ഡിഫറെന്റ് ലുക്ക് ആയിരുന്നു നമിതയ്ക്ക്, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയല്ല, ഞാൻ പ്രായവും വരുന്ന മാറ്റങ്ങളാണ്. റോൾ മോഡലിന് അവർ ഇന്റൻഷനലി അവർക്ക് കുറച്ച് ചേഞ്ചസ് വേണമെന്നുണ്ടായിരുന്നു. സിനിമയ്ക്ക് മുടി മുറിക്കണം എന്നുണ്ടായിരുന്നു. എന്റെ മറ്റേ ഹാർട്ട് ബ്രേക്ക് വരുന്ന പോലെയായിരുന്നു. എനിക്ക് എന്റെ നെഞ്ചൊക്കെ പൊട്ടി തകർന്നു പോകുന്ന പോലെ തോന്നി. മുടി മുറിക്കുക എന്ന് പറയുന്നത്, മുടി മുറിക്കണമെന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ മുടി വളർത്തിയിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഹെയർ കട്ട് ചെയ്തോണ്ടിരിക്കും. മുടി മുറിക്കണം. പിന്നെ അപ്പിയറൻസ് വൈസ് ഒക്കെ ആ സിനിമയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്റൻഷനലി വന്ന മാറ്റങ്ങളൊന്നും അല്ല കേട്ടോ, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മാറ്റങ്ങൾ. അല്ലാണ്ട് നമ്മളിപ്പോ ഞാൻ നോർമലി എങ്ങനെയാണോ, പിന്നെ നമ്മുടെ ആസ് വി ഏജ് പേഴ്സണലി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ഞാൻ സിനിമയിലാണ്, എനിക്ക് കിട്ടിയ എക്സ്പോഷർ വ്യത്യാസമാണ്. ഗ്രൂം ചെയ്യാൻ ആളുകളുണ്ട്. ഇപ്പൊ നമുക്ക് സ്റ്റൈലിസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ കൂടുതൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യും. അത്രയും വന്ന മാറ്റങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് മേക്ക് ഓവറും കാര്യങ്ങളും അങ്ങനെയൊന്നും വന്നില്ല. നമിത ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുതിയ തീരങ്ങളിലെ താമരയ. അത് നമിതയുടെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ടാണോ, അത് ഞാനും ഒരു ടീനേജർ ആയിരുന്നു ആ സമയത്ത്. നമിത കൊച്ചായിരുന്നു അല്ലെ, അത്രയും എല്ലാം ടീൻസിലായിരുന്നു. അതെ, അത്രയും ചെറിയൊരു കുട്ടിയായിരുന്ന സമയത്ത് അവിടെ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ഒരാളെ അച്ഛനായിട്ട് സ്വീകരിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമ, അങ്ങനെയൊക്കെ ഒരു റോളാണ് ചെയ്തത്. അതിന്റെ ഡെപ്ത് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട്? അല്ല, അത് കുറച്ചുകൂടി എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. അതെന്റെ സെക്കൻഡ് മൂവിയാണ്, ഹീറോയിൻ ആയിട്ടുള്ള ആദ്യത്തെ മൂവിയാണ്. അപ്പൊ സത്യൻ അങ്കിൾ അത് ഇങ്ങനെ പറഞ്ഞ് കൂടുതൽ മനസ്സിലാക്കി തന്നു. ആ ടീം എല്ലാവരും, ഇപ്പം ബാലചേച്ചി ആയിരുന്നു അസോസിയേറ്റ്. ബാലചേച്ചി ഒരു പടം എടുത്തിട്ടുണ്ട്. ബാലചേച്ചി, പിന്നെ അവിടുത്തെ ടീം എല്ലാവരും. കാരണം എനിക്ക് ഒന്നും സിനിമയെ പറ്റി അറിയില്ല, എനിക്ക് ഒന്നുമേ അറിയില്ല.
ഇത്രയും വലിയ ക്രൂ, അതുവരെയുള്ള എല്ലാം മറന്നുപോയി അവിടെ എത്തിയപ്പോ. ഞാൻ സീരിയലൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ലൊക്കേഷൻ വന്നപ്പോ ഞാൻ സകലതും മറന്നുപോയി. എനിക്ക് അഭിനയിക്കാനേ അറിയില്ല, എനിക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റുന്നില്ല. ചില സമയത്ത് നമ്മൾ നമ്പായിട്ട് അനങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് മേ ബി നമുക്ക് ആ ഒരു ഇത്രയും ക്രൂവിനോടുള്ള ഒരു പേടിയായിരുന്നു. ഇത്രയും ക്രൂ ഉള്ളതുകൊണ്ടുള്ള ഒരു ഭയങ്കര പാരനോയിഡ് ആവൂലേ നമ്മൾ, ഭയങ്കര ടെൻഷൻ വരൂലേ. പിന്നെ വേണു സാർ ആയിരുന്നു ക്യാമറ, അപ്പോൾ അതിന്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാരും കുറച്ചുകൂടി ഈസി ആക്കി. ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഫാമിലിയിൽ ഒരാളെ പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് എന്നെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുക, കുറച്ചുകൂടി ഈസി ആക്കി പോയി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇത്ര സ്കെഡ്യൂളായിരുന്നു. എനിക്കൊന്ന് ആ ഷൂട്ട് പെട്ടെന്ന് കഴിഞ്ഞു. എനിക്കൊന്ന് 28-30 ഡേയ്സിനുള്ളിൽ ഷൂട്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആയി. അതെനിക്ക് ഒരുപാട് കണക്ട് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റിയ സിനിമയാണ്. മേ ബി ഒരു മിനി വർക്ക്ഷോപ്പ് പോലെ തന്നെ. ഇപ്പം മറ്റുള്ളവരുടെ ഷോട്ട് നടക്കുന്ന സമയത്താണെങ്കിലും എന്നെ മോണിറ്ററിന്റെ ബാക്കി പിടിച്ചിരുത്തി അവര് പെർഫോം ചെയ്യിപ്പിക്കുന്ന കണ്ട് എനിക്ക് ഏറ്റവും ലക്കി ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നെടുമുടി വേണുങ്കള് കൂടെ ഉണ്ടായിരുന്നു. വേണുങ്കള് സത്യം പറഞ്ഞാൽ ഒരു മോളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് ഓരോ കഥകളും പുള്ളിയുടെ ഓരോ കഥകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്റെ സിസ്റ്ററൊക്കെ ഇടയ്ക്ക് ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ അമ്മയും സിസ്റ്ററും വരുന്ന സമയത്ത് വേണുങ്ങൾ അവളുടെ അടുത്ത് നല്ലോണം സംസാരിച്ച് ഇടയ്ക്കിടയ്ക്ക് സിനിമകളൊക്കെ കണ്ടിട്ട് വിളിക്കാറുണ്ടായിരുന്നു. വിളിച്ചിട്ട് എനിക്ക് അത് ഇഷ്ടമായി, ഇളയാൾ എന്ത് പറയുന്നു, നീ സുഖല്ലേ, ഹാപ്പി അല്ലേ, സന്തോഷമായിട്ടിരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം. അത്രയും വലിയ ആക്ടർ അല്ലേ. വേണുങ്ങൾ സത്യം പറഞ്ഞാൽ എന്നെ നന്നായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. ഇവൻ അതിനകത്ത് പാട്ടുകളും, ഒരു പാട്ടുണ്ടല്ലോ രാജധാനി വിട്ടിറങ്ങി, അപ്പം ഈ അണ്ടർ റേറ്റഡ് സോങ്സ് എന്ന് പറഞ്ഞിട്ട് വന്നൊരു പേജിനകത്താ തോന്നുന്നു. ആ പാട്ടിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ല. അത് നല്ല പാട്ടായിരുന്നു. അത് ഞങ്ങൾ എവിടെയാ ഷൂട്ട് ചെയ്ത, ഹംപി. അതൊരു വെക്കേഷൻ ട്രിപ്പായിരുന്നു എനിക്ക്. കാരണം ആ മൊത്ത സിനിമ കടപ്പുറത്തായിരുന്നു ഷൂട്ട് ചെയ്ത, ബീച്ചിലായിരുന്നു. അപ്പോ അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായി. ഡെയിലി നമ്മൾ രാവിലെ, അന്ന് ഈ സൺസ്ക്രീൻ ഉണ്ടല്ലും പരിപാടിയൊന്നും ഇല്ലല്ലോ, വളരെ കുറവാണ്. അതിനെപ്പറ്റിയുള്ള നോളജും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ രാവിലെ പോവാ, എന്നെ കുറച്ച് ഡാർക്ക് ആക്കും ഫസ്റ്റ് ദിവസമൊക്കെ. ഒരാഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല, മേക്കപ്പേ ചെയ്യേണ്ടി വന്നില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ അപ്പിയറൻസിനെ പറ്റിയൊന്നും ഒരു ഒട്ടും ബോധാടായിട്ടുള്ള സിനിമയല്ല. കാരണം ആ ഡ്രസ്സും ഷർട്ടും പാവാട ഇട്ടിട്ട് മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് അങ്ങനെയായിരുന്നു. പക്ഷെ ഹംപിയിലായിരുന്നു സോങ് ഷൂട്ട് ചെയ്തത്. നിവിൻ ചേട്ടൻ തട്ടത്തിൻ മറയത്തൊക്കെ ചെയ്ത് ആ റിലീസൊക്കെ എനിക്കൊന്നും ആ സമയത്തായിരുന്നു തോന്നുന്നു. പുള്ളി അപ്പൊ അങ്ങനത്തെ ഒരു ആക്ടർ, അങ്ങനത്തെ ഒരു പരിവേഷമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. വൃന്ദ മാസ്റ്റർ ആയിരുന്നു അത് കൊറിയോഗ്രാഫി ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ചീത്ത വിളിക്കാറുണ്ട്, പുള്ളിക്കാരത്തെ ചീത്ത പറഞ്ഞ് ശരിയാക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കേട്ടോണ്ടിരിക്കും. അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. പക്ഷെ ഷീ ഈസ് വെരി സ്വീറ്റ്, സച്ച് എ സ്വീറ്റ് പേഴ്സൺ. സത്യം പറഞ്ഞ ഒരു സ്കൂളിൽ വിട്ടൊരു അവസ്ഥയായിരുന്നു മൊത്തത്തില്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മുടെ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാക്സിമം നമ്മുടെ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നമ്മളെ വഴക്കൊക്കെ പറയും, അതുപോലെ സ്നേഹിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കൊന്നും റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സും കാര്യങ്ങളും എടുക്കാൻ പുള്ളിക്കാരത്തിയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയും രസമായിട്ടാണ് ആക്ടേഴ്സിനെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കണം. ലൈക്ക് ഷീ ഈസ് എവറി വൺസ് ഫേവറേറ്റ്. ഇപ്പൊ ദുൽഖറിന്റെ ഞാനിങ്ങനെ വൃന്ദാമാസിന്റെ കാര്യം ദുൽഖർ മൈ സ്വീറ്റി. അപ്പൊ എവറി വൺ ലവ്സ് ഹർ. നമുക്ക് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കരിയറിൽ സപ്പോർട്ട് തന്നതായിട്ട് ആരെയാണ് തോന്നിയിട്ടുള്ളത്? ഡയറക്ടേഴ്സ് ആവാം. ലാലു അങ്കിൾ, ലാൽ ജോസ്, ലാലു അങ്കിൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സിനിമ കൊണ്ടുവന്നത് ആൻഡ്രൂ ജോസഫ്, പ്രൊഡ്യൂസർ. ആൻഡ്രൂ അങ്കിൾ എന്നെ പണ്ട് മല്ലു സിംഗ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വിളിച്ചു. ഞാൻ ഇത് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മല്ലു സിംഗ് എന്ന് പറഞ്ഞ സിനിമയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് സ്റ്റിൽ നമ്മളെ ഓർത്ത് ഇങ്ങനെ സത്യനങ്കിളുടെ ഒരു സിനിമ വരുന്നുണ്ട് തൃശ്ശൂര്, ഒന്ന് സത്യനങ്ങളുടെ അവിടെ പോയൊന്ന് കാണണം. അപ്പൊ ഞങ്ങൾ ഗുരുവായൂർ, ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് ഗുരുവായൂർ പോയ സമയമായിരുന്നു. അപ്പൊ ഗുരുവായൂരിന് തിരിച്ചു വരുന്ന സമയത്ത് സത്യനങ്ങളിനെ മീറ്റ് ചെയ്തു. എനിക്ക് എന്തിനാ വിളിച്ച, സിനിമയിൽ അഭിനയിക്കാനാണെന്ന് അറിയാം. ഇത് ഓഡിഷനൊന്നും എന്നെ ചെയ്യിപ്പിച്ചില്ല. ഓഡിഷനാണോ എന്താന്ന് പറഞ്ഞില്ല. സത്യനങ്ങൾ അവിടെ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പോവാറുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ പോവാറില്ല. ഡാൻസ് കളിക്കോ? ഞാൻ ഡാൻസ് കളിക്കാമല്ലോ. പാട്ട് പാടുവോ? ഞാൻ പാട്ട് പാടില്ല. അത് കഴിഞ്ഞ് പിന്നെ ബെന്നി അങ്കിളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ബെന്നി പി നായരമ്പലം. അങ്ങനെ അവരെല്ലാരും ഇരുന്ന ഞാൻ സാരി കൊടുത്തിട്ട് വന്നു. സാരി കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ. കാരണം ഞാൻ ഭയങ്കര കുട്ടിയായിരുന്നു ആ സമയത്ത്. സാരി കൊടുത്ത അപ്പിയറൻസ് എങ്ങനെ ഉണ്ടെന്ന് അപ്പൊ സാരിയൊക്കെ കൊടുത്തു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കഥയൊക്കെ പറഞ്ഞു തന്നു.
നായകന്മാരാണെന്നുണ്ടെങ്കിലും ടോപ്പ് നോച്ച് നായകന്മാരുടെ എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ദുൽഖർ ആയാലും വിനീത് ചേട്ടനായാലും ധ്യാൻ ചേട്ടനായാലും ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ ഇനിയും അഭിനയിക്കണം, ഇനിയും വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോസ്റ്റാർ ആരായിരിക്കും? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, ജെന്യൂൻലി എനിക്ക് അത്രേ ഉള്ളൂ. നല്ല സ്ക്രിപ്റ്റ് ചെയ്യണം, നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം. കാരണം എൻ്റെ ആ പ്രായമല്ലേ ഈ പ്രായം. അപ്പം എനിക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ചെയ്യണം. ആ ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങൾ ഇപ്പൊ എനിക്ക് ഇനി ചെയ്യാൻ പറ്റില്ല. ഐ ഷുഡ് ചേഞ്ച്, ലൈക്ക് ഐ ഷുഡ് ചേഞ്ച് ദ വേ ഐ പെർസീവ് മൂവീസ്. അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് സിനിമകളും ഞാൻ വളരെ കുറച്ച് സിനിമകളെ ചെയ്യാറുള്ളൂ. ആ സെയിം തരത്തിലുള്ള സിനിമകൾ ഇനി ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോ ഞാൻ അങ്ങനെയാ നോക്കുന്നത്. ആക്ടർ ആര് എന്നല്ലാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ആ സിനിമ എന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ എനിക്ക് ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതേ ഞാൻ നോക്കുന്നുള്ളൂ. നമിത വന്ന സമയത്തെ ഒരുപാട് അസംഷൻസ് ഉണ്ടായിരുന്നു. നമിത മേനക മാമിന്റെ മോളാണ്, അത് സുമലത മാമിന്റെ മോളാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കൊന്ന് ഞാൻ മേനക ആന്റി ആയിട്ട് ഒരു മാഗസിന്റെ കവർ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് മേനക ആന്റി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു മോളുണ്ട് കീർത്തി. എനിക്കൊന്ന് സിനിമയിലൊക്കെ വരാനുള്ള എന്തൊക്കെയോ പുള്ളിക്കാരത്തെ സിനിമ വരുമെന്ന് എന്തോ പറഞ്ഞത്, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ കീർത്തിന്റെ പോലെയാ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ തീരങ്ങള് നടക്കുന്ന സമയത്ത് വേണോങ്കൾ പറഞ്ഞു, എവിടെയോ കണ്ടു, നല്ല മുഖം, നല്ല പരിചയം. ഞാൻ പറയാതെ പറഞ്ഞിട്ട് സുമലത മാമിന്റെ പേര് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം എനിക്ക് അതുപോലെ ആണോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മീംസ് ഒക്കെ വരുന്നുണ്ട് ലുക്ക് ലൈക്ക് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കമന്റ്സ് ഒക്കെ കാണാറുണ്ട്, പക്ഷെ എനിക്കറിയില്ല, എനിക്ക് സത്യത്തിൽ അറിയില്ല. കാരണം പുള്ളിക്കാരത്തി ഭയങ്കര സുന്ദരിയാ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അതെനിക്കറിയില്ല. പക്ഷെ ഇറ്റ് ഫീൽസ് നൈസ്. കമന്റ്സ് ഞാൻ കാണാറുണ്ട്, ഇപ്പോഴും ഞാൻ കാണാറുണ്ട്. പക്ഷെ എവിടെ കൊണ്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അല്ല, നേരിട്ട് ആരെങ്കിലും പറയാറുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴാ ഒരു പ്രാവശ്യം പനിയായിട്ട്, അത് കുറെ വർഷം മുന്നേ കേട്ടോ, പനിയായിട്ട് ഞാനും അമ്മയും ഒരു ക്ലിനിക്കിൽ കാണിക്കാൻ പോയി. എന്നിട്ട് കാണിച്ചിട്ട് ഞാൻ ഇറങ്ങി വന്ന സമയത്ത് അവിടെ നിന്നൊരു ആന്റി വിളിച്ചിട്ട് ചോദിച്ചു, സുമലത മാമിന്റെ ബന്ധു ആരെങ്കിലും ആണോ, അമ്മയാണോ, അത് അങ്ങനെ എന്തെങ്കിലും, അതായത് സിസ്റ്ററിന്റെ മക്കൾ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഷീ ഓൾസോ നോസ് ഇറ്റ്. അതെപ്പോഴും നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാനുള്ള എന്തെങ്കിലും? ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കുറെ നാൾക്ക് മുന്നേ, ഒരു കോമ്പിനേഷനിൽ. ലൈക്ക് ദ ആക്ടേഴ്സ് വെയർ ഓൾസോ വെരി നൈസ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. സിനിമ നല്ലതായിരുന്നു. അല്ലാതെ എൻ്റെ അടുത്ത് ആരോ, ഇൻഡസ്ട്രിയിലുള്ള ആരോ തന്നെയാ പറഞ്ഞ, മാം ഇത് എങ്ങനെയോ അറിഞ്ഞു, മാമിനെ അറിയാമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. മേ ബി ഇൻ ദ ഫ്യൂച്ചർ നമ്മൾ ചിലപ്പോ അമ്മ, ഐ ഡോണ്ട് നോ, എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, സീരിയസ് ആയിട്ട് മനസ്സിലായിട്ടില്ല. She is very beautiful. പണ്ടേ ഓൺ എ വെരി ഫൈൻ ഡേ ഞാനിങ്ങനെ പത്രം വായിക്കുന്ന ശീലമുള്ള കുട്ടിയായിരുന്നു. മാർക്കായിരിക്കും അല്ലെ പറഞ്ഞു വരുന്നത്? അതെ, പഠിപ്പിച്ചായിരുന്നു എന്ന് ഞാനിങ്ങനെ കേട്ടു. പഠിക്കുമായിരുന്നു. പഠിക്കണം എന്നല്ല, എനിക്ക് പഠിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി എനിക്ക് ഇഷ്ടമാണ്. ഞാനിപ്പം സ്കൂളിങ് കഴിഞ്ഞിട്ടും എൻ്റെ കോഴ്സസ് ഒക്കെ എനിക്ക് ഡിഗ്രി ജോയിൻ ചെയ്തിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ അത് ഐ കെപ്റ്റ് ഓൺ സ്റ്റഡിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചെറുപ്പത്തിലെ ഈ ഒരു ആങ്സൈറ്റി കുട്ടിയാണ് ഞാൻ. അതായത് പരീക്ഷയുടെ മുന്നേ കംപ്ലീറ്റ് പഠിച്ചു തീർത്തില്ലെങ്കിൽ എന്തോ ലോകം ഇടിഞ്ഞു വീഴുന്നുള്ള കാഴ്ചപ്പാടായിരുന്നു എനിക്ക്. ബാക്കി പഠിക്കാത്തവരടുത്തൊക്കെ പുച്ഛായിരുന്നു. പക്ഷെ എന്റെ അനിയത്ത് നേരെ ഓപ്പോസിറ്റ് ആണ്. പുള്ളിക്കാരത്തൊന്നും ഞാൻ പഠിച്ചു കണ്ടിട്ടേ ഇല്ല. എക്സാമിന്റെ തലേദിവസം മാത്രമേ പഠിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പോർഷൻസ് ഒക്കെ എന്റെ സീനിയേഴ്സിന്റെ ബുക്കൊക്കെ വായിച്ചിട്ട് ഞാൻ എന്തിനാ അത് ചെയ്ത്, അത്ര ടെൻഷൻ അടിച്ച് എന്തിനാന്ന് എനിക്കറിയില്ല. മേ ബി നമുക്ക് കിട്ടുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിന്ന് കിട്ടുന്ന പ്രഷർ ആയിരിക്കാം ജീവിതത്തിന്റെ. അയ്യോ, നമുക്ക് 10ലൊക്കെ മാർക്ക് പറയാന്നൊക്കെ ആ സമയത്ത് പറഞ്ഞാൽ എല്ലാം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമല്ലോ. 10ാം ക്ലാസ് ആണ് ഏറ്റവും ഇത്, 10 കഴിയുമ്പോൾ പറയും 11 11 പറയും 12. അത് കഴിയുമ്പോൾ പിന്നെ പറഞ്ഞോണെങ്കിൽ ഇതാണെന്ന്, അയ്യോ എഞ്ചിനീയറിംഗും മെഡിസിനും പോയില്ലേ, ആർട്സ് ആണ് ഇതാണെന്ന് പറയും. അങ്ങനെ ആയിരുന്നല്ലോ. നമുക്ക് എനിക്കൊന്ന് സൊസൈറ്റിയിൽ നിന്ന് വരുന്നൊരു പ്രഷറാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട്, അതായത് ഞാൻ ഇപ്പം അടുത്ത വർഷം തുടങ്ങുകയാണെങ്കിൽ വെക്കേഷൻ ആകുമ്പോൾ സീനിയേഴ്സിന്റെ ബുക്കൊക്കെ വായിച്ചിട്ട് അത് കംപ്ലീറ്റ് ഇരുന്ന് പഠിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 2-3 ചാപ്റ്റേഴ്സ് എങ്കിലും പഠിച്ച് തീർത്തിട്ടുണ്ടാവും എല്ലാ സബ്ജക്റ്റിന്റെയും. അപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോൾ എനിക്ക് ഈസിലി ബാലൻസ് ചെയ്യാൻ പറ്റും. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എല്ലാം അറിയായിരിക്കും. പക്ഷെ 3-4 തവണ റിവിഷൻ ചെയ്യുന്ന കുട്ടിയാണ്. പരീക്ഷയ്ക്ക് ഇത് എത്രാമത്തെ റിവിഷൻ? ഇത് എന്റെ 4th റിവിഷൻ. ഓ മൈ ഗോഡ്, എനിക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റത്തില്ല. ഞാനൊന്ന് റിവിഷൻ എന്ന് പറയുന്ന വാക്കേ യൂസ് ചെയ്യാറില്ല. ഞങ്ങളുടെ സ്കൂളിലൊക്കെ അങ്ങനെ ഉണ്ടായത്. ഞങ്ങളുടെ 5th റിവിഷൻ 6th റിവിഷൻ എന്നൊക്കെ പറഞ്ഞു. എന്തിനായിരുന്നു എനിക്കറിയില്ല.
നമിതയെ പറ്റി സംസാരിക്കുമ്പോൾ ട്രാവലിനെ പറ്റി മെൻഷൻ ചെയ്യാതെ പറ്റത്തില്ല, ബിക്കോസ് യു ആർ എ ട്രാവൽ ഫ്രീക്ക് ആസ് ഫാർ ആസ് ഐ അണ്ടർസ്റ്റാൻഡ്. ഐ ലവ് ടു ട്രാവൽ, ഐ എം നോട്ട് എ ട്രാവൽ ഫ്രീ. പക്ഷെ ഞാൻ ട്രാവൽ ചെയ്യില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അതുകൊണ്ട് ഞാൻ ട്രാവൽ ചെയ്ത് തുടങ്ങി. ഓരോ ബിസിനസിന്റെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ട്രാവൽ ചെയ്ത് തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യുന്നത്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ കുറേ സമയം ഇപ്പോൾ കാറില് അല്ലെങ്കിൽ എനിക്ക് ഡെസ്റ്റിനേഷൻസിൽ എത്തിക്കഴിഞ്ഞത് കാണാൻ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ഫ്ലൈറ്റിലൊന്നും ഒരുപാട് നേരെ ഇരിക്കുന്നത് അതൊക്കെ എനിക്ക് അത്രയ്ക്കുള്ള പേഷ്യൻസ് ഒന്നുമില്ല. സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. അവിടെ പോയിട്ട് അവിടുത്തെ സ്ഥലങ്ങള് കാണുക, ഭക്ഷണം കഴിക്കുക, ഫുഡ് കഴിക്കലാണ് എന്റെ മെയിൻ പരിപാടി. ഫുഡ് കഴിക്കുക, സ്ഥലങ്ങൾ കാണുക. ഷോപ്പിംഗ് ഒന്നും ചെയ്യാറില്ല, വളരെ കുറവാണ്. വളരെ കുറവായിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഷോപ്പ് ചെയ്യാറ്. ഞാൻ മിനിമൽ ബഡ്ജറ്റിൽ പോയിട്ട് വരുന്ന ആളാണ്. അങ്ങനെ ഭയങ്കര ലാവിഷ് ആയിട്ട് ഏറ്റവും ലാവിഷ് സ്ഥലത്ത് ഏറ്റവും ലക്ഷറിയസ് ആയിട്ട് സ്ഥലത്ത് റൂം എടുക്കുക അങ്ങനത്തെ ആളൊന്നുമില്ല. വെരി മിനിമൽ. പക്ഷെ അതിന് ഭയങ്കര ഒരു ഭംഗിയാണ് അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ. കൂടുതൽ ആളുകളെ കാണുക, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, അവിടെ നിന്ന് മീറ്റ് ചെയ്ത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. ഇപ്പോഴും ഇങ്ങനെ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്, അല്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫിലിംസ് ആയിക്കോട്ടെ, ഷൂട്ട് ആയിക്കോട്ടെ, ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അല്ലേ ഇപ്പം ലീഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ലീഡ് ചെയ്യുന്ന സമയത്ത് മെന്റൽ ഹെൽത്തിന് ചില സമയത്ത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാറില്ല. ആസ് an actor അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ മെന്റൽ ഹെൽത്തിന് നമ്മൾ എന്താ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും? ആക്ടർ എന്നുള്ള രീതിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് മിക്ക ആക്ടേഴ്സും ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റിയും കാര്യങ്ങളും ഉള്ളവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സംസാരിച്ച ഒരു ഒട്ടുമിക്ക ആക്ടേഴ്സും ഈ അഭിനയം അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള, ഇത് കൂടുതൽ ആളുകൾ വോക്കലായിട്ടില്ല ഇതിനെപ്പറ്റി, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. നമ്മൾ ചിലപ്പോൾ ഇന്നൊരു ഹിറ്റ് ഉണ്ടായേക്കാം, കുറച്ച് നാളത്തേക്ക് ഫെയിലിയർ ആയിരിക്കാം. ആൻഡ് I've always felt that cinema is all about success. സക്സസ് എവിടെയാണോ അവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സും ആളുകളും ഉണ്ടാവുക. ഇപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർസിന് പോലും ഒരു മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് എ ഹിറ്റ് ഡീൽ കം ബാക്ക്. ഒരു ഹിറ്റ് കിട്ടിയാൽ മതി, അത് വീണ്ടും തിരിച്ചു വരും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ആൻഡ് ഒട്ടുമിക്ക ആളുകൾക്കും പല രീതിയിലുള്ള മെന്റൽ സ്ട്രെസ്സും സിനിമയിലുണ്ട്. എനിക്കറിയാവുന്ന മിക്കവർക്കും ഉണ്ട്. എന്തെങ്കിലും ലൈക്ക് വരും, ഒരു പേടിയാ, ഒരു ആങ്സൈറ്റി, ഇനി എന്താവും എന്നുള്ളത്. ഇനി സിനിമ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ ചെയ്ത വർക്ക് നന്നായില്ലെങ്കിൽ അത് ക്രിട്ടിസൈസ് ചെയ്യോ. ഇപ്പം നമുക്ക് ഒരുപാട് വ്ളോഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വി ഡോണ്ട് ഹാവ് ദറ്റ് ഫ്രീഡം. ആ ഫ്രീഡം മൊത്തത്തിൽ പോയതുപോലെ തോന്നിയിട്ടുണ്ട്. ആ ക്രിറ്റിസിസംസും എല്ലാം കൊണ്ടും ഭയങ്കര ഒരു പ്രഷർ ഉള്ളതുപോലെ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ആസ് എ പേഴ്സൺ ഞാനും അതുപോലെ എനിക്കും ഒരുപാട് ഒരു ഡിപ്രഷൻ രീതിയിലൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അതൊക്കെ വേറെ ഇപ്പം ആളുകൾ വെറുതെ കളിക്ക് പറയാറുണ്ട് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു എന്നൊക്കെ. ഇറ്റ്സ് നോട്ട് ഡിപ്രഷൻ. ഡിപ്രഷൻ ഇസ് സംതിങ് എൽസ് which need proper treatment, therapy and all of that. എനിക്ക് ആ ഒരു പോയിന്റിലൊന്നും ഞാൻ വന്നിട്ടില്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ട്രെസ് നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് മാനേജ് ചെയ്യാവുന്നത് ഇതുവരെ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളൂ. സോ വാട്ട് ഐ ഡു ഇസ് ലൈക്ക് ഐ ജേർണൽ. എന്നെ ജേർണലിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്ത് തോട്ട് വന്നാലും ഞാൻ ജേർണൽ ചെയ്യാറുണ്ട്. അത് സ്ട്രെസ്സിന് കുറേ റിലീഫ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് കുട്ടികള് എന്തെങ്കിലും സ്ട്രെസ് കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. പക്ഷെ നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് അത് ഷെയർ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. എപ്പോഴും നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് കംപ്ലീറ്റ്ലി അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. പക്ഷെ ഇപ്പം ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്ന പോലെ പേരൻസിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് അങ്ങനെ എന്തെങ്കിലും സ്ട്രെസ് ഭയങ്കരമായിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പം ഐ വിൽ ജസ്റ്റ് ലെറ്റ് അമ്മ ആൻഡ് അച്ഛ, ഐ ലിവ് വിത്ത് ദം. അപ്പം അച്ഛ നോ ദാറ്റ് ഐ എം നോട്ട് ഡൂയിങ് ഗുഡ്, ഇപ്പം എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ട, അല്ലെങ്കിൽ ഞാൻ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അവർക്കും കൂടുതൽ മനസ്സിലായി തുടങ്ങി. നമ്മളെല്ലാവരും വിചാരിക്കും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നു വിചാരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ വെന്റ് ഔട്ട് ചെയ്ത് തുടങ്ങി. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് മാത്രമല്ല, അല്ലാണ്ട് എൻ്റെ വീട്ടിലും ഞാൻ വെന്റ്. അപ്പോൾ അവർ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ആയി. പിന്നെ ഞാൻ പെയിന്റ് ചെയ്യാൻ പഠിക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഐ യൂസ് ടു പെയിന്റ്. ചെറുപ്പത്തിൽ നല്ലോണം പെയിന്റ് ചെയ്യായിരുന്നു. പിന്നെ ആ ഹാബിറ്റേ മാറി. ആ ഹാബിറ്റേ പോയി, കാരണം അക്കാഡമിക്സും ഇതും എല്ലാം വന്നപ്പോൾ പെയിന്റ് ചെയ്യുന്നത് നിർത്തി. ഇപ്പൊ എനിക്ക് മല പോയിട്ട് ഒരു കുന്നുപോലും വരയ്ക്കാൻ അറിയില്ല, ഒരു സൂര്യൻ പോലും വരയ്ക്കാൻ അറിയില്ല. പക്ഷെ ഐ വോണ്ട് റീസ്റ്റാർട്ട് ഇറ്റ് ബിക്കോസ് അത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ മൈൻഡിനെ ഡ്രെയിൻ ചെയ്യുന്ന ഒരു ആർട്ടാണ്. ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ വന്നപ്പോൾ എവ്രി വൺ ഇസ് ഇൻ ടു ഇൻസ്റ്റഗ്രാം, റീലും കണ്ട് ഇങ്ങനെ സമയം കളഞ്ഞുകൊണ്ടേയിരിക്കും. ആൻഡ് ഐ ഫീൽ സോ ബാഡ്. കാരണം കുട്ടികൾക്കില്ലേ, ചെറിയ കുട്ടികൾക്ക് പോലും
ഭക്ഷണം കഴിക്കാൻ പോലും നമ്മൾ ഒരു ടാബോ ഫോണോ കൊടുക്കും. കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റിൽ പോയപ്പോൾ ഒരു കുട്ടി ഭയങ്കരമായിട്ട് കരയുകയാണ്, ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ്. ബാംഗ്ലൂർ എവിടെയോ പോയ സമയത്താണ്. ആ 1 hour ജേർണി കരഞ്ഞുകൊണ്ടിരിക്കുക. അത് അടുത്ത് അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോണിന് വേണ്ടിയിട്ടാണ്. സി ദാറ്റ് ഇസ് സോ പത്തറ്റിക്. ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കുട്ടികൾ അങ്ങനെ വെരി യങ്, അവരുടെ ബ്രെയിനൊക്കെ ആയി വരുന്നതല്ലേ, അത് ഫോം ചെയ്ത് വരുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ കണ്ണിനെ ബാധിക്കും, നമ്മുടെ മൊത്ത സിസ്റ്റത്തിനെ അല്ലേ ബാധിക്കുന്നത്. ഞാനാണെങ്കിൽ പോലും നമ്മുടെ സിറ്റുവേഷൻസ് കൊണ്ട് ഫോണിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഐ സ്റ്റാർട്ടഡ് ജേർണലിങ്, പാട്ട് കേൾക്കുക, ഐ സ്റ്റാർട്ടഡ് റീഡിങ് അഗൈൻ. കുറച്ച് ബുക്സ് വീണ്ടും വായിച്ചു തുടങ്ങി. ഒരു 10 പേജോ 5 പേജെങ്കിലും ഒരു ഡേ വായിക്കും എന്നുള്ള രീതിയിലായി. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് സംതിങ് ഐ ഡോണ്ട് നോ. ലൈക്ക് ഇപ്പൊ ചിലപ്പോൾ ഞാൻ കുറച്ച് നാൾക്കും എനിക്ക് എക്സൽ അത്രയും അറിയില്ലായിരുന്നു. ആർട്സ് ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ബേസിക് എക്സൽ അല്ലാതെ എനിക്കറിയില്ലായിരുന്നു, ഞാൻ മറന്നുപോയി. കുറച്ച് നാൾക്ക് മുന്നേ ഞാൻ അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കോഴ്സസ്, ഓൺലൈൻ കോഴ്സസ് എടുത്തിട്ട് പഠിച്ചു തുടങ്ങി. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. എന്താണ് നമിതയുടെ ഫ്യൂച്ചർ പ്രോജക്ട്സ്? ഫ്യൂച്ചർ പ്രോജക്ട്സ് അങ്ങനെ 2 റിലീസസ് ഉണ്ട്. അതല്ലാണ്ട് ഞാൻ നോക്കി പയ്യെ സിനിമകൾ എടുക്കുന്നുള്ളൂ. ഡൂയിങ് വെരി ലെസ് മൂവീസ്. ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. സിനിമ എന്തെങ്കിലും നല്ലത് വരികയാണ്, എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം ഐ മെയ്ഡ് എ ലോട്ട് ഓഫ് ചോയ്സസ്. ഇപ്പൊ പഴയ പോലെ അല്ല, ഇനി കുറച്ചുകൂടി കീനായിട്ട് സിനിമകൾ എടുക്കണം, കുറച്ചുകൂടി എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ സിനിമകൾ എടുക്കണമെന്നുണ്ട്. അപ്പോൾ വരികയാണെങ്കിൽ നല്ലത് വരികയാണെങ്കിൽ ചെയ്യാം. കാരണം ഇവിടെ ഓൾറെഡി കുറെ ഒക്കുപ്പൈഡ് ആണ്. ഇപ്പൊ സമ്മർ ടൗൺ ഉണ്ട്. സമ്മർ ടൗൺ ഞങ്ങൾ ബ്രാഞ്ച് ഔട്ട് ചെയ്യുവാണ്. വേറെ കുറെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. സമ്മർ ടൗണിന്റെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇനി പുതിയ ബ്രാഞ്ച് ആണല്ലേ? പുതിയ ബ്രാഞ്ച് വരുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് പിന്നെ പറയാം. ഐ വോണ്ട് ടേക്ക് കെയർ ഓഫ് മൈ ബിസിനസ്. ഇത് കൂടുതൽ എന്റെ മൈൻഡിലൊരു ഗോൾ ഉണ്ട്, അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ലക്ലി അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു എഫേർട്ടാണ് സമ്മർ ടൗൺ. ഇപ്പം ആളുകൾക്ക് ഇഷ്ടമാണ്. വി ഗോട്ട് ആൻ അവാർഡ്, ലൈക്ക് ലേറ്റ്ലി ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് ടോപ്പ് 5 ഫുഡ് സ്പോർട്സ് ഇൻ കേരളയിൽ സമ്മർ ടൗണും ഉണ്ടായിരുന്നു. എനിക്ക് അതിൽ ഏറ്റവും സന്തോഷമായ എന്താന്ന് വെച്ചാൽ, നമ്മള് ഒരുപാട് പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് റെസ്പെക്റ്റോട് കൂടി കണ്ട കുറെ ആളുകളായിരുന്നു കൂടെ ഈ ടോപ്പ് 5. പാരഗൺ വാസ് ദേർ, കാർത്തേനി വാസ് ദേർ, സമ്മർ ടൗൺ വാസ് ദേർ. അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ഹാർഡ് വർക്കും കാര്യങ്ങളും കൊണ്ട് ഇൻ 2 to 3 years ഞങ്ങൾക്ക് എത്താൻ പറ്റി എന്നതിലൊരു സന്തോഷം, ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഈസി, ഒട്ടും ഈസി അല്ല. ഈ ആക്ടേഴ്സ് ബിസിനസ് ചെയ്യുന്നതിനോട് ഒരുപാട് പേര് ഒത്തിരി മിസ്കൺസെപ്ഷൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ കേട്ടിട്ടുണ്ട് ജെന്യുവൻലി. അത് നിങ്ങൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ നിന്ന് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ലൈക്ക് വളരെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ജെന്യുവൻലി സപ്പോർട്ട് മീ. അങ്ങനെ ഇപ്പം തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പലയിടത്തുനിന്നും കോമൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. സിനിമ ആർട്ടിസ്റ്റുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ഓടില്ല, അത് പെട്ടെന്ന് അടച്ചു എന്നൊക്കെ പല കോമൻസ് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മളങ്ങനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും, ജെന്യുവൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് അതിന് വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. വിഷ് യു ഓൾ ദ സക്സസ് സമ്മർ ടൗണിനും നമിതയ്ക്കും. താങ്ക് യു സോ മച്ച്.